ശലോം സഹോദരങ്ങളെ, എന്താണ് പ്രാർത്ഥന? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. യേശുവായോട് ശിഷ്യന്മാർ ചോദിച്ചു അല്ലേ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അപ്പോൾ യേശുവ എന്താ പറഞ്ഞത്? മത്തായി 6-ാം അധ്യായം 5 മുതലുള്ള വാക്കുകൾ: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ മനുഷ്യരുടെ മുൻപിൽ വിളങ്ങേണ്ടതിന് പള്ളികളിലും തിരുക്കോണികളിലും നിന്നുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കരുത്. അവർക്കുള്ള പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. ഇങ്ങനെയാണ് അവിടെ പറയുന്നത്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? അതായത് അതൊരു കപടഭക്തിയാണ്. അതായത് മനുഷ്യരുടെ മുൻപിൽ മാനം കിട്ടാൻ, ദൈവത്തിൻ്റെ മാനത്തിന് വിലയില്ലാതെ മനുഷ്യരുടെ മുൻപിൽ മാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉറക്കെയുള്ള പ്രാർത്ഥനകളെല്ലാം. അപ്പോൾ എന്താ കർത്താവ് പറയുന്നേ? രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് കതകടച്ച് നീ പ്രാർത്ഥിക്കുക എന്നാണ് പറയണേ. ഇനി അത് എന്താണ്? അത് അധരവ്യായാമം, ഒരു ജൽപ്പനമാണെന്ന്. അപ്പോൾ അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നതെന്ന്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ കാണിക്കാനായിട്ട്, മനുഷ്യരുടെ മാനം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കരുത് എന്നാണ് കർത്താവ് പറയുന്നത്. ശരിക്കും ഇത് കേട്ടപ്പോൾ ഇന്നത്തെ ക്രിസ്ത്യാനികളെയാണ് ഓർമ്മ വന്നത്. അതായത് ക്രിസ്ത്യാനികൾ കാണിക്കുന്ന അഭിനയ ജീവിതത്തെക്കുറിച്ചാണ് അന്ന് യേശുവ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നിയത്. ദിവസവും പള്ളി പോകും അല്ലേ? അതായത് എത്ര വയ്യെങ്കിലും ഏങ്ങി വലിച്ച് കുറേ അമ്മച്ചിമാർ രാവിലെ തന്നെ ഒരുപാട് ദൂരം കൂട്ടം കൂടി മരുമക്കളുടെയൊക്കെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ നടന്നു പോണ കുറേ അമ്മച്ചിമാരെ കണ്ടിട്ടില്ലേ? അതായത് വീട്ടിൽ ചെയ്യേണ്ട പല ഉത്തരവാദിത്തങ്ങളും ചെയ്യാതെ ആയിരിക്കാം അവർ മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോണത്. അങ്ങനെ അതായത് ചിലപ്പോൾ മക്കൾ ജോലിക്ക് പോകുന്ന നേരം ഒരുപാട് പണിയുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മക്കളെ അപ്പോൾ അത് അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാതെ പള്ളിയിൽ പോകുന്ന കുറച്ച് പേരെയൊക്കെ എനിക്കറിയാം. അപ്പോൾ എന്താണ് കർത്താവ് പറയുന്നത്? അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിട്ട് എന്താണ് കാര്യം? മനുഷ്യരുടെ മാനമാണ് അവർക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ ആഗ്രഹിക്കുന്നത് കരുണയാണ്, ബലിയല്ല എന്നാണ് കർത്താവ് പറഞ്ഞത് അല്ലേ? അപ്പോൾ അവിടെ ചെന്നിരുന്ന് പല വിചാരത്താൽ കുറേ സ്വർഗസ്ഥനായ നന്മറമയും കൊന്തയും അത് അങ്ങനെയൊക്കെ ഒക്കെ ചൊല്ലിയിട്ട് എന്ത് കാര്യം? ഇതാണോ യഥാർത്ഥമായ പ്രാർത്ഥന? ഇത് വെറും അധര വ്യായാമം മാത്രമാണെന്നാണ് യേശുവ പറയുന്നേ. അതിഭാഷണത്താൽ ഇങ്ങനെ കുറേ ജൽപ്പനം ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടില്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോണ കാര്യം നിങ്ങളുടെ ചിന്തയിൽ വരുന്നതിന് മുൻപേ നിങ്ങളുടെ അപ്പനെ അറിയില്ലേ? ഇനി അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു പോകും എന്നുള്ള കാര്യവും നിങ്ങളുടെ അപ്പനെ അറിയില്ലേ? അതെന്താ ചിന്തിക്കാത്ത നിങ്ങൾ? കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചല്ലേ എന്താ പ്രാർത്ഥിക്കുക? അപ്പോൾ കർത്താവ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു അല്ലേ? അപ്പോൾ എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അത് അർത്ഥം മനസ്സിലാക്കിയിട്ട് അതുപോലെ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. അല്ലാതെ അത് സ്വർഗസ്നായ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് മറ്റേ സിനിമയിൽ ശ്രീനിവാസൻ പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കുന്നില്ലേ, അയ്യോ അച്ഛ പോവല്ലേ, അയ്യോ അച്ഛ പോവല്ലേ എന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ കാണാപ്പാടം ഇങ്ങനെ പറയാനാണോ കർത്താവ് ഉദ്ദേശിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ദൈവത്തിന് സ്തുതിയും ആരാധനയുമാണ് അല്ലേ? പിന്നീട് അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവ വേഗം വരണേ, സ്വർഗത്തിലെ വേഗം ആവണേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അങ്ങനെ ആകണേ എന്നാണ് അല്ലേ? ഇനി അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞാൽ അന്നന്ന് വേണ്ടുന്ന ആഹാരമേ ചോദിക്കാവൂ, നാളത്തെ ആഹാരം ചോദിക്കാനല്ല പറയുന്നത്. അപ്പം അന്നന്ന് എന്താ നിനക്ക് പ്രശ്നം, എന്താ നിനക്ക് ബുദ്ധിമുട്ട് എന്ന് നീ കർത്താവിനോട്, അപ്പനോട് പറയുക എന്നാണ് ഉദ്ദേശിച്ചത്. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ആ പ്രാർത്ഥന ഉണ്ടാക്കുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അത് യോഗ്യതയില്ലെങ്കിൽ ആ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ദോഷമായിട്ടാണ് വരിക അല്ലേ? അതായത് ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളോട്
ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റുള്ളൂ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പം അത് ക്ഷമിക്കാണ്ട് പ്രാർത്ഥിച്ചാൽ എന്താ കാര്യം? പിന്നെ എന്താ പറയണത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ പ്രലോഭനത്തിൽ പെടാതെ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അപ്പ. അപ്പം ഇത് അർത്ഥം മനസ്സിലാക്കി ഈ രീതിയിൽ പ്രാർത്ഥിക്കണം എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. അല്ലാതെ ക്രിസ്ത്യാനി വ്യാജം പഠിപ്പിക്കില്ല, നീ പെട്ടുപോകല്ലേ. അതായത് ഈ സ്വർഗസ്നായ ഇങ്ങനെ കാണാപ്പാടം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജപമായിട്ടല്ല ദൈവം നമുക്ക് ആ പ്രാർത്ഥനയെ തന്നത്. ഇനി പള്ളിയിലാണോ ദൈവം ഇരിക്കുന്നത്? ദാവീദിൻ്റെ ആഗ്രഹം സോളമൻ സാധിപ്പിച്ചു കൊടുത്തു അല്ലേ? അതായത് ദൈവത്തിനോട് അനുവാദം ചോദിച്ച് ദൈവത്തിന് വേണ്ടി ദൈവം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് അതുപോലെ ആ രീതിയിൽ സോളമൻ ഭൂമിയിൽ ദൈവത്തിന് വസിക്കാനായിട്ട് ഒരു ആലയം പണിതു അല്ലേ? അതാണ് യെരുശലേം ദേവാലയം. എന്നിട്ട് സോളമൻ പോലും എന്താ പറയുന്നത്? 1 രാജാക്കന്മാർ 8:27 എന്താ പറയുന്നത്? എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും അങ്ങ് അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നതെങ്ങനെ? അപ്പം മനസ്സിലായോ? അതായത് ഇതൊക്കെ പണിതതിന് ശേഷം സോളമന് പോലും അറിയാം ഇത്രയും ദൈവത്തിൻ്റെ വല്ലഭത്തിന് എങ്ങനെയാണ് ഇതിൽ ഒതുക്കാൻ പറ്റുക അല്ലേ? എന്നിട്ടും ദൈവം സോളമൻ്റെ പ്രസാദിച്ചത് കൊണ്ട് ദൈവമഹത്വം അവിടെ വെളിപ്പെട്ടു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ വല്ലഭത്വം ഈ ഭൂമി താങ്ങില്ലെന്നേ. അത്രയും സർവശക്തനായ ദൈവത്തിനെയാണ് നിങ്ങൾ ചെറുതാക്കി മുട്ടിന് പള്ളിയൊക്കെ പണിത് ഒരു കുഞ്ഞു വിഗ്രഹത്തിൽ ഒതുക്കാൻ നോക്കുന്നത്. വിഗ്രഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ദൈവത്തിന് ഏറ്റവും വെറുക്കുന്ന കാര്യമാണ് ഈ വിഗ്രഹാരാധന. ദൈവം എന്താ പറഞ്ഞേ? എൻ്റെ സ്തുതി ഒരു വിഗ്രഹത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നല്ലേ? അപ്പം അന്ന് സോളമൻ്റെ ആഗ്രഹപ്രകാരം ദേവാലയത്തിൽ ദൈവചൈതന്യം നിറഞ്ഞു നിന്നിരുന്നു. സോളമൻ അന്ന് പ്രാർത്ഥിച്ചു, ഈ ദേവാലയത്തിൽ യാഗമർപ്പിക്കുകയും ഇതിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണമേ എന്ന് ദൈവത്തോട് സോളമൻ എന്ന് പ്രാർത്ഥിച്ചു. അത് 1 രാജാക്കന്മാർ 8-ാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് പ്രാർത്ഥനകൾ ഇത് പണിതതിന് ശേഷം സോളമൻ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അതിലൊരു ഭാഗം നമുക്കുള്ളതാണ്. എന്താണ്? നമുക്കുണ്ട് അതിലൊരു അവകാശം. അതാണ് 1 രാജാക്കന്മാർ 8:41 പറയുന്നത്, ഒരു അന്യജാതിക്കാരൻ ദൂരദേശത്ത് നിന്ന് അങ്ങയുടെ നാമം ഹേതുവായി വരികയും ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ഭൂമിയിലുള്ള സകല ജാതികളും അങ്ങയുടെ നാമത്തെ അറിയാൻ അന്യജാതിക്കാരൻ പ്രാർത്ഥിക്കുന്നതൊക്കെയും ചെയ്തു കൊടുക്കണമേ എന്ന്. അപ്പം അന്യജാതിക്കാരായ നമുക്കും അതിൽ അവകാശമുണ്ട്. അപ്പം ഇത് സോളമൻ്റെ പ്രാർത്ഥനയായിരുന്നു. അപ്പം അതിന് ഉത്തരം ദൈവം 2-ാം പ്രാവശ്യം സോളമന് പ്രത്യക്ഷപ്പെട്ടിട്ട് കൊടുത്തു. അത് 1 രാജാക്കന്മാർ 9:3 പറയുന്നുണ്ട്, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, എൻ്റെ നാമം ഇതിൽ എന്നും വസിക്കാൻ ഞാൻ ഇതിനെ വിശുദ്ധീകരിക്കുന്നു, എൻ്റെ കണ്ണും ഹൃദയവും ഇവിടെയുണ്ടാകും. പക്ഷേ അത് അവിടെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവം ഒരു കണ്ടീഷൻ വെക്കുന്നതായിട്ട് കാണാം. എന്താണ് ആ കണ്ടീഷൻ? അവിടെ പറയാണ്, നിങ്ങളുടെ ദൈവമായ അദോനായെ ഉപേക്ഷിക്കുകയും അന്യ ദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ അനർത്ഥം വരും. മനസ്സിലായോ? അപ്പോൾ അതൊരു കണ്ടീഷൻ വെക്കുകയാണ് ദൈവം. പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, അനർത്ഥം വരുത്താതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ അദോനായെ വിട്ട് വേറെ ദൈവത്തെ തേടി പോവരുതെന്ന്. അദോനായ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പേര് യഹൂദന്മാർ ഉച്ചരിക്കാറില്ല. അപ്പോൾ ഉച്ചരിക്കാറില്ലാത്തത് കൊണ്ട് അവർ അദോനായ് എന്നാണ് ദൈവത്തെ സൂചിപ്പിക്കുക. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷനാണ് ക്രിസ്ത്യാനി തെറ്റിക്കുന്നത്. അന്ന് 20 സംവത്സരം എടുത്ത് സോളമൻ ദൈവത്തോട് അനുവാദം ചോദിച്ച് പണിത ദേവാലയത്തിൽ ദൈവചൈതന്യം നിലനിന്നു എന്ന് കരുതിയിട്ട് ഇന്ന് ഒരുപാട് മുട്ടിന് ഇങ്ങനെ പള്ളി പണിത്, അതും അത്താഴപ്പട്ടിണിക്കാരൻ്റെ പിച്ചച്ചട്ടിയിൽ ദശാംശം എന്ന് പറഞ്ഞ് കൈയിട്ട് വാരി പള്ളി ഉണ്ടാക്കിയിട്ട് കുറേ കൊത്തുവിഗ്രഹങ്ങളെയും പണിത് അതിൽ ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ആ വിഗ്രഹത്തിൽ ദൈവത്തിന് വന്നിരിക്കാൻ സാധിക്കുമോ? ദൈവം എന്താ കുപ്പിബോധാണോ? അതിൽ വന്നിരിക്കും. ആര്? അത് മറ്റവൻ, സാത്താൻ അല്ലേ? അപ്പോൾ അങ്ങനെ കാണാനും കേൾക്കാനും സംസാരിപ്പാനും കഴിവില്ലാത്ത ആ പ്രതിമയുടെ മുൻപിൽ പ്രാർത്ഥിച്ചിട്ട് നിന്ന് കരഞ്ഞിട്ട് എന്താണ് കാര്യം ക്രിസ്ത്യാനി എന്ന് ചിന്തിക്കേ.
അതിൽ കയറിയിരിക്കുന്നത് അപ്പോൾ ദൈവമല്ല. അങ്ങനെയുള്ള പ്രതിമകളിലെല്ലാം കയറിയിരിക്കുന്നത് സാത്താനാണ്. അവൻ എന്ത് പേരിട്ട് വിളിച്ചാലും അവൻ ഹാപ്പിയാണ്. പിന്നെ നമ്മൾ പഠിച്ചുല്ലേ, യേശു എന്നല്ല പേര് യേശുവ എന്നായിരുന്നെന്നല്ലേ. അപ്പോൾ പല പേരുകളിൽ നമ്മൾ ദൈവത്തെ വിളിക്കുന്നുണ്ടല്ലേ, യേശു, ജീസസ്, ഇതൊക്കെ എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഉണ്ണി മിശിഹ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ പല പേരിട്ട് വിളിച്ച് ഈ വിഗ്രഹത്തെ വിളിച്ചാലും അതിൽ കയറി എളിഞ്ഞിരുന്ന് ചിരിക്കുന്നത് ആരാണ്? സാത്താൻ. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും, അപ്പോൾ അതിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നിട്ടുണ്ടല്ലോ എന്നല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്? അത് കോഴിക്ക് അരിമണി ഇട്ട് കൊടുക്കണം കണ്ടിട്ടില്ലേ? കൂട്ടിൽ കയറ്റാൻ വേണ്ടി അരിമണി ഇട്ടിട്ട് കൊടുത്ത് അതിനെ കൂട്ടിൽ കയറ്റി പിടിക്കും കൊല്ലാൻ അല്ലേ. അപ്പം അതുപോലെ ഈ അരിമണി പോലെ ഇട്ടിട്ട് തന്ന് നിങ്ങളെ സാത്താൻ ചതിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം അതാണ് ഒരു കാര്യം. പിന്നെ കർത്താവ് എന്താ പറയുന്നേ? നിങ്ങൾ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുത്. നോമ്പ് കാലത്തെ ചിലത് മീനൊക്കെ നോമ്പെടുക്കില്ലേ, അപ്പം അവരെന്താ പറയുക, മീനിൻ്റെ ചാറ് കൂട്ടാം, മീന് അല്ലേ നോമ്പ്, മീനിൻ്റെ ചാറ് കൂട്ടാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അല്ലേ. ആരെ കാണിക്കാനാ? നിന്നെ മൊത്തത്തിൽ അറിയില്ലേ നിൻ്റെ അപ്പന്? ദൈവത്തെ പറ്റിക്കാനാവോ? അത് ആദ്യം ചിന്തിക്ക്. മനസ്സിലായോ? ഇപ്പം രഹസ്യത്തിൽ ആണ് നീ ഉപവസിക്കുന്നത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവം നിനക്ക് പ്രതിഫലം നൽകും. മനസ്സിലായ? പലരും അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് ദൈവത്തെ വിളിക്കുന്നത്. അനുഗ്രഹം അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാഴുന്നു അല്ലേ. എല്ലാ കുടുക്കിലും പോയി ദശാംശം കൊടുത്ത് വീഴുന്നു. ആത്മീയ മേഖല ഇന്ന് ശരിക്കും ഒരു ബിസിനസ്സാണെന്നേ. അതിന് ഒരുപാട് പഠിക്കൊന്നും വേണ്ട. കുറച്ച് വചനം കാണിച്ച് വചനം കാണാപ്പാടം പഠിച്ച് വെച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇങ്ങനെ അവിടെ ചെന്നിട്ട് അവർക്കിപ്പോൾ ഈ അരിമണി പോലെ കുറച്ച് അനുഗ്രഹങ്ങൾ കിട്ടി, അവരത് വിളിച്ച് സാക്ഷ്യം വിളിച്ച് പറയുമ്പോഴോ ഒരുപാട് പേര് ആ സ്ഥലത്തേക്ക് ഓടും. അവൾക്ക് അവിടെ അനുഗ്രഹം കിട്ടി, അവിടെ ചെന്നാലേ അങ്ങനെ കിട്ടും, അപ്പോൾ അങ്ങോട്ട് ഓടും അല്ലേ. അനുഗ്രഹം അന്വേഷിച്ച് അങ്ങോട്ടും ഓടാം. അപ്പോൾ പിന്നെ പറ്റിക്കപ്പെടാനായിട്ട് ഒരുപാട് പേരിങ്ങനെ നിന്ന് കൊടുക്കുക. അപ്പോൾ പിന്നെ പറ്റിക്കാൻ ഒരുപാട് ആൾക്കാർ ഉയർത്തെഴുന്നേൽക്കില്ലേ. ഇപ്പോഴത്തെ ഈ ഹൈടെക് യുഗത്തിൽ എങ്ങനെ പണമുണ്ടാക്കാമെന്ന് ആൾക്കാർ ഓടി നടന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആത്മീയ മേഖലയാണ് ഏറ്റവും പണമുണ്ടാക്കാനുള്ള ഒരു എന്താ പറയുക, പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ഒരു സംഭവം എന്ന് പറയണത് അല്ലേ. പിന്നെ കുറച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയാണെന്നും പറഞ്ഞിട്ട് ഒരു അമ്പലവാട റൂബലവാട എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, കടിച്ചാപ്പെട്ടാത്ത കുറച്ച് വാക്കുകളൊക്കെ കൂടി കാണാണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ തൃപ്തിയായി, ശരിയായി, ഓക്കെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പാസ്റ്ററിൻ്റെ ബ്രേക്ക് ഡാൻസ് കണ്ടില്ലേ നമ്മൾ അല്ലേ. ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിച്ച് തുണി ഉരിഞ്ഞിട്ടാലും പറയും പരിശുദ്ധാത്മാവ് കയറുക, പണ്ട് ദാവീദ് ചെയ്തോണാണ് പരിശുദ്ധാത്മാവ് കയറുക എന്ന് പറയും അല്ലേ. ഇനി പെണ്ണുങ്ങളെ വിളിച്ച് അടിവസ്ത്രമൂരി അവിടെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് പാസ്റ്റർമാർ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞതാണെന്ന് പറഞ്ഞ് തുണി ഉരിഞ്ഞ് ചെന്ന് നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലമാണ് ഇന്ന്. വിഡ്ഢി ജനതയെ നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾ പറ്റിക്കപ്പെടാണെന്ന് നിങ്ങൾ മനസ്സിലാക്ക്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ വരൂലേ, അത് എന്താ പറയുക, അത് നേരിടണം നമ്മൾ. അത് നേരിടാനാകാതെ എല്ലാ കെണിയിലും ചെന്ന് വീഴും. കർത്താവ് എന്താ പറഞ്ഞത്? അതായത് ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് നിരാശയുണ്ടാകുന്നത്. ദൈവം എന്താ പറഞ്ഞത്? പുഴുവും തുരുമ്പും കൊടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിച്ച് വെക്കരുത്. അങ്ങനെ വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിരാശ കാണുന്നേ. പിന്നെ എന്താ ചെയ്യണ്ടേ? സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ച് കൊള്ളുവീൻ എന്നാ പറയുന്നത് അല്ലേ. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും എന്നാണ്. അപ്പം കഷ്ടപ്പാടുകൾ വരും. ഞാൻ നിങ്ങളോട് മുൻപ് ഒരു വീഡിയോയിൽ ഒരു യഹൂദൻ്റെ നല്ല ചിന്തയെ പറ്റി പറഞ്ഞു തന്നിട്ടില്ലേ. അതായത് കഷ്ടപ്പാടുകൾ വരുമോ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ദൈവത്തിങ്കിലേക്ക് അടുക്കുകയാണ് എന്ന അർത്ഥം. ഒരു കയറ്റം കയറുമ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ചവിട്ടണം അല്ലേ, ആഞ്ഞ് ചവിട്ടണം, കുറേ ബുദ്ധിമുട്ടണം അല്ലേ. പക്ഷെ നിങ്ങൾ താഴോട്ട് പോകുകയാണെങ്കിൽ ഒരു ഇറക്കത്തിലേക്കാണ് ആ സൈക്കിൾ ചവിട്ടണമെങ്കിൽ വെറുതെ കയറി ഇരുന്നാൽ മതി. അത് നേരെ അങ്ങോട്ട് പൊക്കോളും, ചവിട്ടൊന്നും വേണ്ട, നേരെ പോയി അത് കുഴിയിൽ പോയി വീണോളൂ അല്ലേ. അപ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാ നിങ്ങൾ മനസ്സിലാക്കണ്ടേ. പിന്നെ സ്വത്ത് മോഹിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അപ്പനെ സ്നേഹിക്കില്ലേ. അപ്പം എങ്ങനെയാണ് അപ്പൻ അനുഗ്രഹങ്ങൾ തരിക എന്നാ പറയണേ. മത്തായി 6:34 നമുക്ക് ആ ട്രിക്ക് കൊടുക്കുന്നുണ്ട് കർത്താവ്, എങ്ങനെ നിനക്ക് അനുഗ്രഹം കിട്ടണേന്ന്. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ അപ്പൻ കണ്ടറിഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് തരും എന്നാ പറയുന്നേ. യേശുവ നമ്മളെ പഠിപ്പിച്ചതാണ് ആ വാക്കുകൾ. മനസ്സിലായി? ആദ്യം
ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ കണ്ടറിഞ്ഞ് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരുമെന്ന്. നാളത്തെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട, അത് ആ ദിവസം തന്നെ ആകുലപ്പെട്ടുകൊള്ളുമെന്നല്ലേ. അപ്പോൾ നിന്നെ ഉണ്ടാക്കിയ ദൈവത്തിന് നിനക്ക് എന്തൊക്കെ വേണമെന്ന് അറിഞ്ഞൂടെ? കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. നമുക്ക് ബൈബിൾ വായിക്കും അത് മനസ്സിലാവില്ലേ. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബൈബിൾ വായിക്കുമ്പോഴായാലും പ്രാർത്ഥിക്കുമ്പോഴായാലും നിങ്ങൾ ദൈവത്തെ ഒരിക്കലും നീ എന്ന് വിളിക്കരുത്. നമ്മളിപ്പോൾ കുറേ സത്യങ്ങൾ അറിഞ്ഞല്ലേ. യേശു എന്ന് പേരുള്ളിടത്ത് യേശുവ എന്ന് തിരുത്തണം, യഹോവ എന്ന പേരുള്ളിടത്ത് അദോന എന്ന് വിളിക്കണം. ഇതൊക്കെ നമ്മൾ ഈ സത്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പോൾ ഇനി ഈ തെറ്റ് ആവർത്തിക്കരുത്, തെറ്റ് ചെയ്യരുത്. അപ്പനെ കയറിയടാ ഉസേപ്പ എന്ന് വിളിക്കൂ ആരെങ്കിലും? അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ദൈവത്തെ നീ എന്ന് വിളിക്കരുത്. ഇപ്പം ഞാൻ തന്നെ സ്റ്റാറ്റസ് ഇടാൻ നേരത്ത് പാട്ട് സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം എല്ലാ പാട്ടിലും മലയാളം പാട്ടിലും ഒക്കെ നീ എന്നാണ്. ഇപ്പോൾ യു എന്ന ഇംഗ്ലീഷ് നമ്മൾക്ക് തർജ്ജമ മലയാളത്തിലേക്ക് വന്നപ്പോൾ നീ എന്നായി എന്ന് പറഞ്ഞ് നീ എന്നൊക്കെ ഉച്ചരിക്കാൻ പാടുണ്ട് നമ്മുടെ അപ്പനെ കയറി. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഉച്ചരിക്കരുത്. നീ എന്നുള്ളിടത്ത് അങ്ങ് എന്ന് വേണം ഉച്ചരിക്കാൻ. അവിടത്തേക്ക്, അവിടത്തോട്, അവിടുന്ന് അങ്ങനെയൊക്കെ വേണം ഉച്ചരിക്കാനായിട്ടല്ലേ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ അവിടെ കണ്ടു അല്ലേ, സോളമനോട് ദൈവം കൊടുത്ത ഒരു ഉറപ്പ്. നീ അന്യജാതിക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അത് ഞാൻ സാധിപ്പിച്ച് തരും എന്ന് കൊടുത്ത ദൈവം കൊടുത്ത ഒരു ഉറപ്പുണ്ടല്ലേ. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ താമസിക്കുന്നിടത്ത് എവിടെയായാലും നമുക്ക് യെരുശലേം ദേവാലയം ഉള്ളിടത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതിനാൽ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് യെരുശലേം ദേവാലയത്തിൻ്റെ വശത്തേക്ക് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ജെറുസലേം കോമ്പാസ് 2 എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്, പ്രാർത്ഥനയുടെ ഒരു ആപ്പാണ്. മീൻസ് പ്രാർത്ഥിക്കാൻ വേണ്ടി എവിടേക്ക് നമുക്ക് കിട്ടും എന്നുള്ള ആ ദിശ മാപ്പ്. അപ്പോൾ അതിലൂടെ നമുക്ക് യെരുശലേം ദേവാലയത്തിൻ്റെ ദിശ നോക്കിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. യെരുശലേം ദേവാലയത്തിൽ ഇന്നിപ്പോൾ സാത്താന കയറി എഴുന്നിരിക്കണം എന്നൊക്കെ നമുക്കറിയാമല്ലേ. അപ്പോൾ ദൈവ ചൈതന്യമൊക്കെ അവിടെ നിന്ന് പോയി എങ്കിലും അവിടെ വിലാപമതിലുണ്ടല്ലേ. അപ്പോൾ ഇന്നും ദേവാലയത്തിൻ്റെ ശേഷിപ്പായ വെസ്റ്റേൺ വാൾ അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം നമുക്ക് എപ്പോഴും അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഉചിതം. ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ പറയാം. അത് എപ്പോഴും നമ്മൾ ദൈവത്തോട് മനസ്സിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ വണ്ടിമ കയറണമെങ്കിൽ അപ്പം ഞാൻ വണ്ടിമ കയറാം, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ നമുക്ക് വർത്തമാനം പറയാൻ പറ്റും. എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സ്തുതിക്കാനും, ഞാനിങ്ങനെ ആലോചിച്ച് പാട്ടിൻ്റെ രൂപത്തിൽ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കും വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ. നമുക്ക് വേണ്ടി എന്തൊക്കെ അത്ഭുതം നമ്മുടെ അപ്പൻ ചെയ്യുമെന്നറിയോ. ഇപ്പം മഴക്കാലമാണ്, എനിക്ക് മഴ കൊള്ളാണ്ടൊക്കെ ദൈവം കുറേ സഹായിച്ചിട്ടുണ്ട്. അതായത് കാലാവസ്ഥയെ വരെ ദൈവം പിടിച്ചു നിർത്തും നമുക്ക് വേണ്ടി. അതൊക്കെ വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ നമുക്ക് അങ്ങനെ സ്തുതിക്കാം. എപ്പോഴും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പിന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളിങ്ങനെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കും, എന്ത് മറുപടി ആ വ്യക്തിയോട് പറയുമെന്ന് അത് കഴിയണമെന്ന് ഉപ്പാട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് കർത്താവിനോട് ചോദിക്കാം. അപ്പോൾ ഞാൻ എന്ത് മറുപടിയാണ് പറയണ്ടേ, അല്ലെങ്കിൽ ഏത് വഴിയെ ഞാൻ പോകണ്ടേ. അപ്പോൾ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ എന്താ ഉണ്ടാവുക? ആത്മാവിൻ്റെ സ്വരം, നമ്മളിലെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ തുടങ്ങും. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തത അതിലുണ്ടാകും. സ്ഥിരവും എല്ലാ ദിവസവും നമ്മൾ അതിനെ ശ്രവിച്ചു കൊണ്ടിരുന്നാൽ നമുക്കത് കൂടുതൽ വ്യക്തതയോടെ കേൾക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകുന്നത്. ഇനി എല്ലാ ദിവസവും വെളുപ്പിന് പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളോട് പറയാറുണ്ടല്ലേ. സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കണ ഒരു ടൈമുണ്ട്, അതാണ് വെളുപ്പിന് 2 മണിക്ക്. അപ്പോൾ ആ 2 മണിയുടെ പ്രത്യേകതയെക്കുറിച്ചാണ് ഞാനിന്ന് പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ 2 മണിക്ക് അൺകോൺഷ്യസും കോൺഷ്യസും മാത്രം ഓപ്പണായി നിൽക്കുന്ന സമയമാണ്. ഈ സമയം സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ഉറങ്ങിപ്പോകുന്ന സമയമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഗാഠനിദ്രയിലായിരിക്കുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് അലാം വെച്ച് എഴുന്നേറ്റ് നമ്മൾ മുഖം കഴുകി കോൺഷ്യസ് മൈൻഡോട് കൂടി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, കോൺഷ്യസ് മൈൻഡ് ആയിരിക്കണം, അല്ലാണ്ട് ഉറക്കത്തിൽ കുത്തിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കിടന്നിട്ട് കാര്യമില്ല. കോൺഷ്യസ് മൈൻഡോട് കൂടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് പതുക്കെ തുറന്നു തരും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, അൺകോൺഷ്യസ് മൈൻഡിലാണ് ദൈവപരിജ്ഞാനമെല്ലാം നമുക്ക് തുറന്നു കിട്ടുന്നതെന്നല്ലേ. അപ്പോൾ ആബയോട്
ആ സമയത്താണ് വർത്താനം പറയുന്നതെങ്കിൽ മൂന്നാം സ്വർഗത്തിലിരിക്കുന്ന ആബയുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ആബയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ സാധിക്കും. അപ്പം അപ്പനോട് ചോദിക്കണം, അപ്പാ, അപ്പൻ്റെ അറിവിൽ ഞാനുണ്ടോ അപ്പാ? നിത്യതയിൽ ഞാനുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 2 മണിക്ക് സംസാരിക്കേണ്ടത്. നിങ്ങൾക്കറിയോ, ദൈവം ചിന്തിച്ചപ്പോഴേ ലോകമുണ്ടായി. അപ്പോൾ ആ ചിന്തയിൽ നീ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ നീയുണ്ട്. ലോകത്തിൽ വരാൻ പോകുന്നതും സാത്താൻ കയ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് കൂട്ടത്തോടുകൂടി എല്ലാ നീതിമാന്മാരും നരകത്തിലേക്ക് പോകുന്നതും ഒക്കെ ആ നിമിഷം തന്നെ ദൈവം അറിഞ്ഞു. ആ ചിന്തിച്ചപ്പോൾ തന്നെ അപ്പോൾ ദൈവം ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ് ചെയ്തത്. എന്ത്? ഞാൻ തന്നെ, ദൈവം തന്നെ മനുഷ്യനായി വന്ന്, യേശുവായി വന്ന് നീതിമാന്മാരെ രക്ഷിക്കും. അപ്പം അതിനുവേണ്ടി തിരഞ്ഞെടുത്തതാണ് ദൈവം യഹൂദ ജനതയെ ഒരു ട്വിസ്റ്റഡ് സന്തതിയായിട്ട്. അപ്പം ഇതിനെക്കുറിച്ച് ഈ മർമ്മങ്ങളെല്ലാം നമുക്ക് യെരുശലേമിൽ നിന്ന് ഒഴുകുന്ന ഉപദേശത്തിൽ നിന്ന്, വചനത്തിൽ നിന്ന് കിട്ടിയതാണ്, പഠിച്ചതാണ് അല്ലേ? അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാനിത് അൺകോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, സെമി കോൺഷ്യസ് മൈൻഡ്, അതൊക്കെ എന്താണ്, അതുപോലെ എങ്ങനെയാണ് യഹൂദ ജനത ഒരു ട്വിസ്റ്റഡ് സന്തതിയായത്, ഇതിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ സെർച്ച് ചെയ്ത് കാണണം. അപ്പോൾ ഇവിടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവത്തിൻ്റെ അറിവിൽ നാം ഉണ്ടായിരുന്നു എന്നതാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ വില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെ വില നമ്മുടെ ആത്മാവിനുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം. ഇനി 2 മണിക്ക് പ്രാർത്ഥിക്കണതിൻ്റെ പ്രത്യേകതയെ പറ്റി പറയാം. അതായത് ബൈബിളിൽ ദൈവത്തെ പ്രഭാത നക്ഷത്രം, ഉദയ നക്ഷത്രം എന്നൊക്കെയാണ് പറയണേ അല്ലേ? സാത്താനെ അരുണോദയപുത്രൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഇവർ രണ്ടുപേരുടെയും, ദൈവത്തിൻ്റെയും സാത്താൻ്റെ ആ ഒരു സമയങ്ങൾ, യാമങ്ങളാണ്. അത് രാത്രി 12 മണി മുതൽ വെളുപ്പിന് 3 മണി വരെയാണ് അരുണോദയപുത്രൻ്റെ സമയം. അതായത് 3-ാം യാമം എന്ന് പറയും, സാത്താൻ്റെ സമയം. ആ സമയത്ത് കൂരിരുളായിരിക്കും. മാത്രമല്ല ആ ടൈം നീങ്ങാൻ ഇത്തിരി പാടാണ്, ഒരുപാട് വലിച്ചു നീട്ടുന്ന മാതിരിയാണ് ആ സമയം. 3 മണി മുതൽ ഉദയനക്ഷത്രത്തിൻ്റെ സമയമായി, അതായത് ഒരു പ്രത്യേക തരം വെളിച്ചമൊക്കെ വരും ആ യാമത്തിൽ. അതാണ് പ്രഭാത നക്ഷത്രത്തിൻ്റെ സമയം. അപ്പം 3-ാം യാമത്തിന്, അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. 3-ാം യാമത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ ഗാഢനിദ്രയിലായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡൊക്കെ ഉറങ്ങിപ്പോകുന്ന ഒരു സമയമാണല്ലേ? അപ്പോൾ ആ സമയത്താണ് എല്ലാ പൈശാചിക പ്രവർത്തികളും നടക്കുന്നത്, ദുസ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത്. ഈ സാത്താൻ പ്രവർത്തകർ പല ഹീന പ്രവർത്തികളും ചെയ്യുന്ന, ദുർമന്ത്രവാദവും ഒക്കെ ചെയ്യുന്നത് ഈ സമയത്താണ്. കൂടുതൽ മോഷണം നടക്കുന്നത്, ഗുണ്ടകൾ വിളയാടുന്ന സമയമെന്ന് വേണ്ട, ആ ഒരു സമയത്താണ് സകലമാന ദുഷ്ടപ്രവർത്തികളും നടക്കുന്ന സമയം. അപ്പോൾ ഈ 2 മണി മുതൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് പൈശാചിക ആരാധനയ്ക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധമായിരിക്കും അത്. അൺകോൺഷ്യസ് മൈൻഡ് തുറന്ന് കിട്ടുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ദർശനങ്ങൾ കിട്ടും. പിശാച് കള്ളനാണല്ലേ, അവൻ ആദ്യം മുതലേ അവൻ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഈ പിശാചിനെതിരെ ശക്തമായ ആയുധമാണ് ഈ സമയത്തുള്ള പ്രാർത്ഥന. എപ്പോഴും ഉണർന്നിരിക്കുക എന്ന് ബൈബിൾ പറയുന്നില്ലേ? അത് ആത്മീയമായ ഒരുക്കം എപ്പോഴും വേണം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഏകാഗ്രതയോടുകൂടി മടുത്തു പോകാതെ ഉണർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നമുക്ക് സാത്താനെ ഓടിക്കാനായിട്ട് നമുക്ക് പറ്റും. യേശു ആ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ യേശുവായുടെ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയല്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? 1 നാഴിക പോലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രയെന്ന് അവിടെ പറയണല്ലേ. ആത്മാവിന് ഒരുക്കമുണ്ടെങ്കിലും ജഡം ബലഹീനമാണല്ലോ എന്നാണ് അവിടെ യേശുവ പറയുന്നത്. അപ്പോൾ അതായത് ആ സമയത്ത് നമുക്ക് ഉറക്കം വരും, നന്നായിട്ട് ഉറക്കം വരും. അതായത് ആ ഫസ്റ്റ് കലാം വെച്ച് നമ്മൾ എഴുന്നേക്കേണ്ടി വരും. ഓഫ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ കിടന്നുറങ്ങും ചെയ്യും. പക്ഷേ നമ്മളത് ശീലമാക്കിയാൽ നമുക്ക് അലാമിൻ്റെ ആവശ്യമില്ല. ദൈവം നമ്മളെ വിളിച്ചുണർത്തും. നമ്മൾ കോൺഷ്യസ് മൈൻഡോട് കൂടി പ്രാർത്ഥിക്കാനിരുന്നാൽ ദൈവം തന്നെ നമുക്ക് അൺകോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആക്കി ദൈവപരിജ്ഞാനങ്ങൾ പറഞ്ഞു തരും. സാത്താൻ ഓടിക്കാൻ പറ്റിയ സമയമാണ് ഈ വെളുപ്പിന് 2 മണി മുതൽ.
പിന്നെ സാത്താനെ ഓടിക്കാനായിട്ട് മരുഭൂമിയിൽ വെച്ച് യേശുവ ഏത് വാളായെടുത്തെ? വചനം എന്ന വാളായിരുന്നല്ലേ. അപ്പോൾ അതുപോലെ ചീത്ത ചിന്തകൾ വരുമ്പോൾ നമ്മൾ വചനം തന്നെ പറഞ്ഞ് അവനെ ചവിട്ടി താത്തണം. വചനം തന്നെ തിരിച്ചു പറയണം അവനെതിരായിട്ടുള്ള വചനം. ഈ സാത്താൻ കൊണ്ടുതരുന്ന ചില ചിന്തകളൊക്കെ അല്ലേ, ചില സാഹചര്യങ്ങൾ ഇഷ്ടമല്ലാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരും. അപ്പോൾ അതെന്ത് ചെയ്യണം? അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആലോചിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. സാത്താൻ ഇടം കൊടുക്കരുത്. നമ്മളപ്പോൾ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ ദൈവം നിങ്ങളെ കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ അല്ലേ, ചിലർ പറയും എന്നിട്ട് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. എനിക്ക് ഇന്നലെ തന്നെ ഒരാൾ കമൻറ്റിൽ എന്ത് കോൺഷ്യസ് സബ് കോൺഷ്യസ് അതൊന്നും ഇല്ല, അതൊക്കെ പഴയ നിയമത്തിലാണ്, പുതിയ നിയമത്തിൽ അതൊന്നും വേണ്ട. അത് യേശുവായുടെ തിരുരക്തത്തെ പറ്റി നിനക്ക് വിലയില്ലാത്തത് കൊണ്ടാണ്. യേശുവായുടെ തിരുരക്തം തന്നെ നമ്മളെയൊക്കെ രക്ഷിച്ചു എന്ന് പറഞ്ഞ സ്വർഗത്തിൽ പോകാൻ വേണ്ടി അവരൊക്കെ വായും തുറന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ക്രിസ്ത്യാനിയെ നീ അവിടെ വായും തുറന്ന് തന്നെ ഇരിക്കുള്ളൂ. മനസ്സിലായോ? ഒരു കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. യേശുവ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതല്ലേ? അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലേ? അപ്പോൾ രണ്ടും രണ്ടല്ലല്ലോ, ഒന്നല്ലേ? അപ്പൻ വേറെ മോൻ വേറെ എന്നാണോ? ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യേശു ആ മനുഷ്യനായിരുന്നു, സമ്മതിച്ചു. അതിനുശേഷമോ? അപ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അവർ രണ്ടാളാണോ? അല്ലല്ലോ. ഈ മനുഷ്യൻ വാക്ക് മാറിയാൽ തന്നെ നമ്മൾ എന്താ പറയുക? കാല് മാറുന്നോടാ, ധൈര്യമില്ലാത്തവൻ എന്ന് വിളിക്കൂലേ. അപ്പം മനുഷ്യൻ അങ്ങനെ ആയിരിക്കുന്ന ആ നിലയ്ക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ദൈവത്തിന് വാക്ക് മാറാൻ സാധിക്കുമോ? പഴയ നിയമത്തിൽ പറഞ്ഞത് വേറെ, നീ ഇനി അതൊന്നും ചിന്തിക്കേ വേണ്ട, നിന്നെ വന്ന് ഞാൻ രക്ഷിച്ചു, നീ പുതിയ നിയമം ഞാൻ ഉണ്ടാക്കി തന്നു, സാത്താനെ തോൽപ്പിച്ചും തന്നു, അപ്പം നീ ഇതൊക്കെ പാലിച്ചാൽ മതി എന്നാണോ യേശുവ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം? മണ്ടൻ ക്രിസ്ത്യാനിയേ, നീ എന്നാണ് ബുദ്ധിയോടുകൂടി ചിന്തിക്കുക. അപ്പം നിങ്ങൾ ചിന്തിക്കണം, എന്താ അപ്പം ദൈവം ഉദ്ദേശിച്ചേ? പഴയ നിയമം തന്നെയല്ലേ പുതിയ നിയമം? അപ്പം ആ കണക്ഷൻ തിരഞ്ഞു പിടിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? പഴയ നിയമത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു, പുതിയ നിയമത്തിൽ യേശുവ ഇങ്ങനെ പറയുന്നു. അപ്പോൾ എന്താണ് അത് തമ്മിലുള്ള കണക്ഷൻ? അല്ലാണ്ട് പഴയ നിയമമൊക്കെ മാറ്റി മറിച്ച് കഴിഞ്ഞു, ഇനി നീ പുതിയ നിയമം ആചരിച്ചാൽ മതി, അങ്ങനെ രണ്ടും കെട്ട രീതിയിൽ നമ്മുടെ അപ്പം വർത്താനം പറയുമോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, ഈ പഴയ നിയമം തന്നെ ആണ് പുതിയ നിയമം. അതെങ്ങനെ പാലിച്ച് ജീവിക്കാമെന്ന് മാതൃകാപരമായി ദൈവം മനുഷ്യനായി യേശുവായി വന്ന് കാണിച്ച് തരികയാണ് ചെയ്തത്. ഈ ശബാത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, യേശുവായും ശിഷ്യന്മാരും ഒക്കെ ആചരിച്ചു പോകുന്നതാണ്. എല്ലാ നിയമങ്ങളും, യഹൂദൻ്റെ എല്ലാ നിയമങ്ങളും അതുപോലെ തന്നെ ആചരിച്ചു പോകുന്നതാണ് യേശുവ. അപ്പോൾ അതൊന്നും ആചരിക്കേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ യേശുവ അത് ആചരിച്ച് കാണിച്ചു തരുമോ? അത് നിങ്ങൾ ചിന്തിച്ചൂടെ? യേശുവായുടെ ശിഷ്യന്മാർ അത് ആചരിച്ച് കാണിച്ചു തരുമോ യേശുവയുടെ മരണശേഷവും? അപ്പോൾ അതൊക്കെ കോമൺ സെൻസ് അല്ലേ? അപ്പോൾ ആ കണക്ഷൻ കണ്ടുപിടിക്കലാണ്, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ആ കണക്ഷൻ കണ്ടുപിടിക്കലാണ് ദൈവത്തിൻ്റെ പരിജ്ഞാനം. അത് മനസ്സിലാക്കാതെ പന്നികൾക്ക് എത്ര മർമ്മത്തിൻ്റെ മുത്തിട്ട് കൊടുത്തല്ലത് ചവിട്ടി മെതിക്കുകയുള്ളൂ. ഇങ്ങനെ വാദിച്ച് നിൽക്കും. ഞാൻ അതുകൊണ്ട് ആരോടും തർക്കിക്കാൻ പോവാറില്ല. അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അറിയാനുള്ള ആഗ്രഹത്തിലാണെങ്കിൽ ഞാൻ അവർക്ക് മറുപടി കൊടുക്കാറുണ്ട്. അല്ലാത്തവരെ ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് നേരമില്ല, തർക്കിക്കാൻ നേരമില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ വേണം. ആ കരുണ നമുക്ക് കിട്ടിയത് കൊണ്ടാണ്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ദൈവം കണ്ടത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ അറിവിൽ നാം ഉണ്ടായത് കൊണ്ടാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്ക്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇത് ശരിയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രവർത്തനം മൂലമാണ് സംഭവിച്ചതാണ്. അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ പോലെ എത്ര കേട്ടിട്ടും പഠിക്കാത്ത എൻ്റെ ബന്ധുക്കളായാൽ പോലും സുഹൃത്തുക്കളായാൽ പോലും ആരും ഇല്ല ഇതൊന്നും മനസ്സിലാക്കുന്നവർ. നമ്മൾ ചിന്തിക്കാണ്ട് ദൈവം ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും എന്തത് അവർക്ക് മനസ്സിലാവാത്തേന്ന്. മനസ്സിലാവില്ലെന്നേ. അതങ്ങനെയാണ്. സാത്താൻ ഇങ്ങനെ അവരുടെ കണ്ണുകളെ കുരുടാക്കി നരകത്തിലേക്ക് ഒരുമിച്ച് കൊണ്ടുപോവാണ്. അതവർക്ക് മനസ്സിലാവില്ല. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനമെന്ന് ഗലാത്യർക്ക് ലേഖനത്തിൽ പറയുന്നില്ല. എന്ന് പറയുന്ന പോലെ നമ്മളെ തിരിച്ച് നടത്തിയെങ്കിൽ ദൈവം നമ്മെ കണ്ടിട്ടുണ്ട്. നിത്യതയിലേക്ക് നമ്മെ ദൈവം കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പം നമ്മൾ ഓടിപ്പോകാണ്ട്
നമ്മുടെ വിരൽ ദൈവത്തിൻ്റെ കൈവെള്ളയിലേക്ക് കൊടുത്ത് പിടിക്കപ്പാ, ഞങ്ങൾ മോഹങ്ങൾ കാണുമ്പോൾ തിരിഞ്ഞു ഓടാതെ ഞങ്ങളെ ഒന്ന് പിടിക്കപ്പാ എന്ന് പറഞ്ഞ് ദൈവത്തിനോട് നമ്മുടെ കൈവിരൽ പിടിപ്പിക്കണം. മനസ്സിലായോ? അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാണ്ട് ഈ കാണാപ്പാടം ഉരുവിട്ട് ഈ 6 മണിയാവുമ്പോൾ അല്ല 7 മണിയാവുമ്പോൾ എന്താ പറയുക സന്ധ്യാപ്രാർത്ഥന എന്നും പറഞ്ഞ് ക്രിസ്ത്യാനികൾ ഇങ്ങനെ കടത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് പഴയ ആൾക്കാർ പറഞ്ഞാലും കോഴിക്കോട് അടച്ചൊന്ന് ഓടിപ്പോയി നോക്കും, മിക്സി ഓടിപ്പോയി ഓഫ് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് അർത്ഥം പോലും അറിയില്ല. പകുതി പറയുമ്പോൾ കിടന്ന് ഉറങ്ങിപ്പോകും, പിന്നെ വീണ്ടും എന്നിട്ട് പറയും. അത് തീരാങ്കണ്ട് അടുത്ത ആൾക്കാർ ഇപ്പോൾ കുറേ കോമഡികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ ക്രിസ്ത്യാനികളെ വെച്ചിട്ടല്ലേ. അപ്പം അതൊക്കെ എന്താണ് അതരജൽപ്പനം മാത്രമാണെന്ന് മനസ്സിലാക്കുക ക്രിസ്ത്യാനി. നമുക്ക് ഈ വായ കൊണ്ട് പറയണമെന്നില്ല. മനസ്സിലായോ? നമ്മുടെ ആത്മാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റും നമുക്ക് ദൈവത്തിനോട്. ഹൃദയത്തിൻ്റെ ആ ഒരു ആത്മാവിൻ്റെ വേദന, ആ ഗദ്ഗതം, അത് മതിയെന്നേ കർത്താവിനൊക്കെ മനസ്സിലായി. അതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നിർത്താണ്. ഇന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന ഹീബ്രു ഭാഷ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയൂലേ. അപ്പം അതിന് പറയുന്നതാണ് യോം ഹാലുഡേജ് സമയ. അത് സ്പെല്ലിങ് YOM, യോം ഹാലുഡേറ്റ് HALUDET, സമയ SAMEACH. അവിടെ സൈലൻ്റ് ആണ്. അപ്പോൾ പറയുമ്പോൾ നമ്മൾ യോം ഹാലുഡേറ്റ് സമയ എന്നാണ് പറയുക. ഇങ്ങനെയാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാം. അപ്പോൾ ഞാൻ നിർത്താണ്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും തോദാ റബ്ബ തോദാ.